ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന 1081/2026 ക്വസ്റ്റ്യൻ പേപ്പറിലെ PYQs. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിലെ നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക് 1081/2026 കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട നല്ല നല്ല ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറയുന്ന എക്സാംസിൽ നിങ്ങൾ എഴുതിയതും അല്ലെങ്കിൽ PYQs ഒക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, വെരിഫൈ ചെയ്യുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാരണം നമ്മൾ ഈ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിട്ടേ പരീക്ഷയ്ക്ക് പോകാറുള്ളൂ. ചിലത് പറയും, സാറേ അതെന്തിനാണ് അല്ലെ, ചുമ്മാ നോക്കി പോയാൽ പോരെ, നമുക്ക് അതെല്ലാം വരുന്നതല്ലേ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ഒരു PYQ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമെല്ലാം പഠിച്ചു പോകണം. എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം. കാരണം അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ദ കമ്മിറ്റി ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നബാർഡ്. അപ്പം ഈ ക്വസ്റ്റിന്റെ ആൻസർ മാത്രം പഠിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇത് പ്രോപ്പറായിട്ട് സിലബസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ കമ്മിറ്റി ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നബാർഡ് ഇൻ 1982. ഇപ്പൊ 1982 നബാർഡിന്റെ രൂപീകരണത്തിലേക്ക് ലെഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. അല്ലെ, ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത് അല്ലെ? ഓപ്ഷൻ എ പറയുന്നു ഡോക്ടർ ശിവരാമൻ കമ്മിറ്റി. ഓപ്ഷൻ ബി പറയുന്നത് പ്രൊഫസർ വൈദ്യനാഥൻ കമ്മിറ്റി. ഓപ്ഷൻ സി പ്രൊഫസർ DG കാർവെ കമ്മിറ്റി. ഓപ്ഷൻ ഡി VL മെഹ്ത കമ്മിറ്റി. നമ്മുടെ ഓൾറെഡി സിലബസിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി തന്നെയാണ് അല്ലെ. സിലബസിൽ പറഞ്ഞിട്ടുള്ള, അതായത് സിലബസിനോട് 100% നീതി പുലർത്തിയ ചോദ്യമായിരുന്നു ഇത്. കാരണം ഓൾറെഡി നമുക്ക് പഠിക്കേണ്ട കമ്മിറ്റീസിൽ അവർ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഏതാണ്? ക്രാഫി കാർഡ് കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഏതാണ്? ക്രാഫി കാർഡ് കമ്മിറ്റി അല്ലെ. ക്രാഫി കാർഡ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഒന്നാണ്. പണ്ട് കാലത്തൊക്കെ 10-40 കമ്മിറ്റികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5-6 കമ്മിറ്റി പഠിച്ചാൽ മതി. ഇപ്പൊ ക്രാഫി കാർഡ് കമ്മിറ്റി നമ്മുടെ സിലബസിലുള്ളതാണ്. ക്രാഫി കാർഡ് കമ്മിറ്റി. ഇപ്പൊ ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത്. എന്താ ക്രാഫി കാർഡ് എന്നുള്ള വാക്ക് നമുക്ക് തന്നിട്ടില്ല കേട്ടോ, ഇല്ല. പക്ഷെ നമുക്കറിയാം, ഏതൊരു കമ്മിറ്റി ആയിക്കോട്ടെ, ആ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേരിലും ആ കമ്മിറ്റി അറിയപ്പെടും. ശരിയല്ലേ? ഏതൊരു കമ്മിറ്റി ആണെങ്കിലും ആ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേരിലും കമ്മിറ്റി അറിയപ്പെടും. അത് ഏത് കമ്മിറ്റി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാം. എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ ഏത് ആൻസർ വരിക? ശിവരാമൻ കമ്മിറ്റിയാണ് അല്ലെ. ബി ശിവരാമൻ കമ്മിറ്റിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്രാഫി കാർഡ് കമ്മിറ്റിനെ കുറിച്ചായിരുന്നു. ക്രാഫി കാർഡ്. അപ്പൊ നമ്മൾ ക്രാഫി കാർഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. പരിശോധിച്ചാൽ പോയേക്കാം. അപ്പൊ അതങ്ങ് തീർന്നു. അപ്പൊ ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം എന്താണോ മക്കളെ? ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം ആണ് എന്ത്? കമ്മിറ്റി ടു റിവ്യൂ. കമ്മിറ്റി ടു റിവ്യൂ. എന്ത് റിവ്യൂ ചെയ്യാനാണ്? അറേഞ്ച്മെന്റ്സ് ആണ്. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് അല്ലെ. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, അറേഞ്ച്മെന്റ് എന്തിന്റെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്സിന്റെ അല്ലെ. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്തിന്റെ? ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓർത്ത് വെച്ചേക്കുക, ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ ഫുൾ ഫോം. ഈ ക്രാഫി കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്താലും നമുക്ക് നോക്കേണ്ടി വരും അല്ലെ. ക്രാഫി കാർഡ് കമ്മിറ്റിയെ ആരാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോയിന്റഡ് ബൈ അല്ലെ. അപ്പോയിന്റഡ് ബൈ ആരാണ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോയിന്റ് ചെയ്തത് എന്താണെന്നറിയാവോ? ആരാ അപ്പോയിന്റ് ചെയ്തെന്നറിയാവോ? ഓർത്ത് വെച്ചേക്ക്, അപ്പോയിന്റഡ് ബൈ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. നമ്മുടെ RBI ആണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പോയിന്റ് ചെയ്തത് എന്നാന്നൊരു ചോദ്യം വരാം. 1979 മാർച്ച് 30 പഠിക്കണേ. 1979 മാർച്ച് 30 ഈ ബി ശിവരാമൻ കമ്മിറ്റിയെ അല്ലെങ്കിൽ ക്രാഫി കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലടാ? 1979 മാർച്ച് 30 അപ്പോയിന്റ് ചെയ്തത്. ഇനി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, നമ്മൾ അപ്പോയിന്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ്. അതോടെ പഠിക്കണം. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ് മക്കളെ? ഓർത്ത് വെച്ചേക്ക്, 1981 ജാനുവരി 30. ഓക്കെ,
1981 ജാനുവരി 30 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോയിന്റ് ചെയ്തത് 1979 മാർച്ച് 30 എന്നോർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പ്രകാരം, ഈ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ഈ നബാർഡ് അല്ലെ, നമ്മുടെ നാഷണൽ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന നബാർഡ് ഫോം ചെയ്തത്. അത് പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യം നബാർഡ് ആക്ട് പാസ്സാക്കി പാർലമെന്റില്. ആദ്യം നബാർഡ് ആക്ട് പാസ്സാക്കിയ വർഷം 1981. നബാർഡ് ആക്ട് പാസ്സാക്കിയത് എന്നാണ് 1981 നബാർഡ് ആക്ട് പാസ്സാക്കുന്നത് എന്നോർത്ത് വെച്ചേക്കുക. അതിനുശേഷമാണ് നബാർഡ് രൂപീകരിക്കുന്നത് അല്ലെ. നബാർഡ് രൂപീകരിക്കുന്നത് അതിനുശേഷമാണ് 1982 ജൂലൈ 12. 1982 ജൂലൈ 12 നബാർഡ് ഫോം ചെയ്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഈ കമ്മിറ്റിയെ ശിവരാമൻ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ഓർഡർ ഞാൻ പറഞ്ഞു. റഫീഖാർഡ് കമ്മിറ്റിയെ ശിവരാമൻ കമ്മിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന ഓർത്ത് വെച്ചേക്കുക. പിന്നെയുണ്ട് ഈ കമ്മിറ്റിക്ക് മറ്റു ചില മെമ്പേഴ്സും കൂടെ, അംഗങ്ങളും കൂടെ ഉണ്ട്. VVK റാവു, അതൊന്ന് പറഞ്ഞേക്കാം. VVK റാവു, പിന്നെ M രാമകൃഷ്ണയ്യ കേട്ടോ. M രാമകൃഷ്ണയ്യ ഈ കമ്മിറ്റിയുടെ മെമ്പറാണ്. പിന്നെയുണ്ട് MR ഷറൂഫ് കേട്ടോ. MR ഷറൂഫ്, SHROF ഷറോഫ്. പിന്നെ HS ശിവഗാമി. ഇത്രയും പേരായിരുന്നു ഈ കമ്മിറ്റിയുടെ മെമ്പർമാർ. ചെയർമാൻ B ശിവരാമൻ എന്നോർത്ത് വെച്ചേക്കുക. പിന്നെ നബാർഡ് രൂപീകരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അതോടൊപ്പം പറഞ്ഞ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ദാറ്റ് മീൻസ് DICGC അല്ലെ. DICGC ഷുഡ് പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ കോപ്പറേറ്റീവ്സിനും ഗ്യാരണ്ടി കൊടുക്കണമെന്ന് വിശേഷിപ്പിച്ചു, അല്ലെങ്കിൽ ശുപാർശ ചെയ്തു എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പറഞ്ഞത് അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷന്റെ ഫംഗ്ഷൻസിനെയൊക്കെ എൻകറേജ് ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറഞ്ഞാൽ നബാർഡ് തന്നെയാണ്. ശിവരാമന്റെ ഓമന പുത്രൻ എന്നൊക്കെയാണ് നമ്മൾ നബാർഡിനെ വിശേഷിപ്പിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഇത്രയും പോയിന്റ്സ് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നബാർഡുമായിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, അതോട് പഠിച്ചേക്കുക. നബാർഡ് രൂപീകരിക്കുന്നത് എത്ര കോടി രൂപയാണ് നബാർഡിന്റെ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ 100 കോടിയാണ് കേട്ടോ. ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ 100 കോടി രൂപ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലിലൂടെയാണ് നബാർഡ് ഫോം ചെയ്തത്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്കും ഗവൺമെന്റും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 50 കോടി ഷെയർ ഇട്ടു. 50 കോടി വീതം അവർ ഷെയർ ചെയ്തുകൊണ്ടാണ് 100 കോടി കണ്ടെത്തി നബാർഡ് രൂപീകരിക്കുന്നത് കേട്ടോ. അപ്പൊ B ശിവരാമനെ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സംസ്ഥാന ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഏതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓപ്ഷൻ എ പറഞ്ഞു ICM, ഓപ്ഷൻ ബി പറഞ്ഞു കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി വാംനികോം, ഓപ്ഷൻ ഡി ഗ്രാഫിക്കാർഡ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അത് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് അല്ലെ, സഹകരണ യൂണിയൻ ആണ്. ഓരോ സംസ്ഥാനവും നമ്മുടെ കാര്യം നമുക്ക് എന്തുണ്ട്, നമുക്ക് SCE ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. സെക്ഷൻ ഏത് പ്രകാരമാണ് നമ്മൾ രൂപീകരിച്ചത്? സെക്ഷൻ 89 പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൻ 89 പ്രകാരമാണ്. 88 പ്രകാരം CCU ആണ്, താലൂക്ക് പ്രവർത്തന പരിധിയായിട്ട് വരുന്ന CCU ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. CCU മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. മാനേജിംഗ് കമ്മിറ്റിയുടെ എണ്ണം 13 ആണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറഞ്ഞാൽ 8 ആണ് കേട്ടോ. 8 ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പൊതുയോഗവും ഉണ്ട്, അതോടൊപ്പം തന്നെ മാനേജിംഗ് കമ്മിറ്റിയും ഉണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 23 അംഗങ്ങളുണ്ട്. അതിന്റെ കോറം എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോറം 12 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 89 പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, 90 പറഞ്ഞ അഫിലിയേഷന്റെ കാര്യങ്ങളാണ്. നമ്മളത് ഓൾറെഡി നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. യൂണിയനുകളെ കുറിച്ചുള്ള ചാപ്റ്റർ, നമുക്കൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അപ്പൊ അതിന് നമ്മൾ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പഠിച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പം കോപ്പറേറ്റീവ് യൂണിയനുകളാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് നല്ലൊരു ചോദ്യം, പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പീക്കാർഡ് അല്ലെ, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ പീക്കാർഡിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുക അല്ലെ, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ലോൺ കൊടുക്കുക. അത് ഏത് ടൈമിലാണ്? അതല്ലെങ്കിൽ ദീർഘകാല ലോൺ ആണോ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണോ, മീഡിയം ടൈം ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നത് ഷോർട്ട് ടൈം ലോണ്, ഓപ്ഷൻ ബിയിൽ പറയുന്നത് മീഡിയം ടൈം, ഓപ്ഷൻ സിയിൽ പറയുന്നത് ലോങ് ടൈം, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ഇവയെല്ലാം കൊടുക്കാം. അപ്പൊ ഏത് ആൻസർ വരിക? പീക്കാർഡിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ലോൺ കൊടുക്കുക. അത് ഏത് ടൈമിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷോർട്ട് ടൈം, ഓപ്ഷൻ ബി മീഡിയം ടൈം, ഓപ്ഷൻ സി ലോങ് ടൈം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതാണ് നമുക്ക് ആൻസർ വരിക? ആ ലോങ് ടൈം ലോൺ എന്ന് ഓർത്ത് വെച്ചേക്കുക. ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് ലോൺ കൊടുക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക.
അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ, നമുക്ക് ഓൾറെഡി വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുള്ളതാണ് ഈ ടേമുകളെ കുറിച്ച്. അപ്പൊ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ലോങ് ടേം ലോൺ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരളത്തില് ലോങ് ടേം ലോൺ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ 2 ടയറിലാണ് തരം തിരിച്ചിട്ടുള്ളത് അല്ലെ, 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പെക്സ് തലം, അപ്പെക്സ് ലെവലും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാഥമിക തലത്തിലും വരുന്നുണ്ട്. അപ്പെക്സ് ലെവലും വരുന്നുണ്ട്, പ്രൈമറിയിലും വരുന്നുണ്ട്. അപ്പെക്സ് ലെവലിൽ വരുന്നത് KS കാർഡ് ബാങ്കാണ്. അപ്പെക്സ് ലെവലിൽ വരുന്നത് KS കാർഡ് ബാങ്കും പ്രൈമറി ലെവലിൽ വരുന്നത് പി കാർഡ് ബാങ്കും കേട്ടോ. അപ്പെക്സ് ലെവലിൽ വരുന്നത് KS കാർഡ്, പ്രാഥമിക തലത്തിൽ പ്രവർത്തിക്കുന്ന പി കാർഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓടിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ലോങ് ടൈം ലോൺ കൊടുക്കുന്നതിനാണ് 2 ടയറിൽ പ്രവർത്തിക്കുന്നത്. അപ്പെക്സ് KS കാർഡ്, പ്രൈമറി വരുമ്പോൾ പി കാർഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. ഒരു പി കാർഡ് ബാങ്ക്, എന്താണ് പി കാർഡ് ബാങ്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആ പ്രൈമറി കോപ്പറേറ്റീവ് ഓർത്ത് വെച്ചേക്കുക. പി കാർഡിന്റെ ഫുൾ ഫോം എന്താണ്? ആ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെ. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് പി കാർഡിന്റെ ഫുൾ ഫോം കേട്ടോ. പി കാർഡിന്റെ ഫുൾ ഫോം പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രവർത്തന പരിധി അല്ലെ. ഒരു പി കാർഡ് പ്രൈമറി ലെവലിൽ വരുന്നതാണ്. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക് 1 താലൂക്ക് ആയിരിക്കും. എന്താണ് മക്കളെ? ഒരു താലൂക്കായിരിക്കും പ്രവർത്തനം, 1 താലൂക്കായിരിക്കും പ്രവർത്തന പരിധി. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്ട് പറയുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ ഒബ്ജക്ട് ഓർ പ്രൈമറി ഒബ്ജക്ട് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ആണ്. ദീർഘകാലത്തിലേക്ക് ലോൺ കൊടുക്കുക, ലോങ് ടൈം ക്രെഡിറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ എന്താണ് പറയുന്ന KCS ആക്ടില് ഈ പി കാർഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്? സെക്ഷൻ 2OCയിലാണ് കേട്ടോ. സെക്ഷൻ 2OCയിലാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? സെക്ഷൻ 2OCയിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഗഹാൻ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെ. ഗഹാൻ ഫസ്റ്റ്ലി ഇംപ്ലിമെന്റ് ബൈ പി കാർഡ് ഗഹാൻ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം, പി കാർഡ് ബാങ്ക് ഗഹാൻ ഇംപ്ലിമെന്റ് ചെയ്ത് 1984 ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് DV ഫയലുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. DV ഫയലിലെ ഡിസ്ചാർജ് എന്താ പറയുക, ആ വൗച്ചർ ഫയൽ എന്ന് പഠിക്കാനുണ്ട്. DV ഫയലിനെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിനകത്തല്ല ഈ ലോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് DV ഫയൽ എന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുണ്ട് പി കാർഡിന്റെ വാലുവേഷൻ ഓഫീസറിന്റെ യോഗ്യത. ദ വാലുവേഷൻ ഓഫീസർ ഓഫ് എ പി കാർഡ് ആരായിരിക്കണം? ഇസ് AR, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഓക്കെ. അപ്പൊ പറയുന്നുണ്ട് അഗ്രികൾച്ചറൽ ഓഫീസർ വാല്യൂ ദ ലാൻഡ് ഫോർ ലോൺസ് അപ് ടു 8 lakh ഇൻ പി കാർഡ്. പി കാർഡ് ബാങ്കിൽ 8 ലക്ഷം വരെയുള്ള ലോണുകൾ. അപ്പൊ അവിടെ പോയി അതിന്റെ വാലുവേഷൻ ചെയ്യുന്ന അഗ്രികൾച്ചർ ഓഫീസറാണ്. എന്നാൽ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് 8 ലക്ഷത്തിൽ കൂടുതലാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ, പി കാർഡിൽ നിന്ന് നമ്മൾ 8 ലക്ഷത്തിൽ കൂടുതൽ രൂപയ്ക്ക് ലോൺ കൊടുക്കുമ്പോൾ അവിടുത്തെ വാലുവേഷൻ ഓഫീസർ ആരായിരിക്കും? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ പി കാർഡ് സ്റ്റാർട്ട് ചെയ്തത് അത് ഓർത്ത് വെച്ചേക്കുക, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. KCC നമ്മുടെ പി കാർഡ് ബാങ്ക്, KCC പി കാർഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് 2005 ഓർത്ത് വെച്ചേക്കുക. ഇനി SCC ഉണ്ടല്ലേ, സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പി കാർഡ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതാണ്? 2004 ഓർത്ത് വെച്ചേക്കുക. പിന്നെ DV ഫയല്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഇതിന്റെ കേട്ടോ. നമ്മൾ വിശദമായിട്ട് ഇതിന്റെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പൊ പ്രൈമറി ലെവലിൽ വരുന്നതാണ് പി കാർഡ്. അപ്പോൾ അപ്പെക്സ് ലെവലിൽ വരുമല്ലോ, അതാരാണ്? അത് KS കാർഡാണ് അല്ലെ. അപ്പെക്സ് ലെവലിൽ വരുന്ന ഏതാണ്? KS കാർഡ് ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. രജിസ്റ്റർ ചെയ്തത് 4/10/1956 ഓർത്ത് വെച്ചേക്കുക. പ്രവർത്തനം ആരംഭിച്ചത് 25/10/1956. ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ നാളുവഴികളൊക്കെ ഹിസ്റ്ററിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഹെഡ് ക്വാർട്ടർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ് ഹെഡ് ക്വാർട്ടർ വരിക? ആ ഹെഡ് ക്വാർട്ടർ ട്രിവാൻഡ്രം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഇതിനെ നമ്മുടെ KCS ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2RAയിലാന്ന് ഓർത്ത് വെച്ചേക്കുക. 2RAയിലാന്ന് ഓർത്ത് വെച്ചാൽ KS കാർഡിനെ നോക്കാൻ വേണ്ടി അല്ലെ, KS കാർഡിന് ഒരു ആക്ട് ഉണ്ട്, KS കാർഡ് ബാങ്ക് ആക്ട്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1984 ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് KS കാർഡ് ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കേട്ടോ. കടപ്പത്രം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് KS കാർഡ് ബാങ്ക് ഫണ്ട് കണ്ടെത്തുന്നത്. KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ കസ്റ്റോഡിയൻ, ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓർത്ത് വെച്ചേക്ക്, അത് RCS ആണ്.
ഗ്യാരണ്ടി നിൽക്കുന്നത്. ഓക്കെ, ഗ്യാരണ്ടി നിൽക്കുന്ന ആരാണ്? ആ ഗവൺമെന്റ് ആണ്. ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആണ്. ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ RCS ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്, ക്ലിയറൻസ് മേടിക്കണം അല്ലെ, ക്ലിയറൻസ് മേടിക്കണം. നബാർഡിൽ നിന്ന് ക്ലിയറൻസ് മേടിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കും. നബാർഡിൽ നിന്ന് ക്ലിയറൻസ് മേടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യം ചോദിക്കുന്നുണ്ട്, കേസ് കാർഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. അതായത് ഡിബഞ്ചറിന്റെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ അല്ലെ. നമ്മളിപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതിന്റെ കാലാവധി കഴിയുമ്പോൾ അതിന്റെ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഡിബഞ്ചർ ഓർത്ത് വെച്ചേക്കുക, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സിങ്കിങ് ഫണ്ട്. അപ്പൊ ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇവര് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നുമാണ് ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, സിങ്കിങ് ഫണ്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കണം, അത് ലോൺ കളക്ഷനിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലോൺ കളക്ഷൻ അല്ലെങ്കിൽ ലോൺ റിക്കവറി. ലോണിൽ നിന്ന് കിട്ടുന്ന കളക്ഷനിൽ നിന്ന് ഇവരൊരു നിശ്ചയ ശതമാനം തുക ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കും എന്ന് ഓർത്ത് വെച്ച്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചു കേട്ടോ. ചോദിക്കാറുണ്ട്. അത് നമ്മൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കിയാണ്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇവർ ഏതിൽ നിന്നാണ് കളക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ മക്കളെ ഓർത്ത് വെച്ചേക്കുക, ലോൺ കളക്ഷൻ അല്ലെങ്കിൽ ലോൺ റിക്കവറി എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ദ ഐഡിയോളജി ഫോളോഡ് ബൈ ഡാഷ് വാസ് ദ remunerative linking of rural milk producing center with the urban demand center to build up a viable dairy industry. ഓപ്ഷൻ എയിൽ പറഞ്ഞ കോർപ്പറേഷൻ, ഓപ്ഷൻ ബി പറഞ്ഞ ഓപ്പറേഷൻ ഫ്ലഡ്, ഓപ്ഷൻ സിയിൽ പറഞ്ഞ UHT പ്രോസസിംഗ്, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ കമ്പാർട്ട്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ഏതാണ് ആൻസർ വരിക? കമ്പാർട്ട്മെന്റ് സിസ്റ്റം ഒന്നും വരില്ല, കോർപ്പറേഷൻ വരില്ല, പിന്നെ ഓപ്പറേഷൻ ഫണ്ട് അല്ല UH. ഇത് നമ്മളൊന്ന് കേട്ട് പരിചയമില്ല അല്ലെ. ഇപ്പൊ ഏതാ ആൻസർ വരിക? അത് ഓപ്പറേഷൻ ഫ്ലഡ് ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. നമ്മളെ ഓപ്പറേഷൻ ഫ്ലഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു എന്താ പറയുക, ഓപ്പറേഷൻ ഫ്ലഡ് ഓർത്ത് വെച്ചേക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ഫ്ലഡ് ഇൻട്രൊഡ്യൂസ് പേരാണ് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് കേട്ടോ. ഓപ്പറേഷൻ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NDDB ആണ്. 1965 NDDB ഫോം ചെയ്യുന്നത്. 1987 NDDB ആക്ട് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ICA വാസ് എസ്റ്റാബ്ലിഷ്ഡ്? വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഏത് വർഷമാണ് ICA രൂപീകരിച്ചത്? എന്താണ് ICA എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണല്ലോ അല്ലെ. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ആണ് ICA. അപ്പൊ ICA ഫോം ചെയ്ത് ഓപ്ഷൻ എയിൽ പറഞ്ഞു 1805, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു 1875, ഓപ്ഷൻ സിയിൽ പറഞ്ഞു 1895, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു 1905. അപ്പൊ എന്നാണ് മക്കളെ ICA ഫോം ചെയ്തത്? 1895 അല്ലെ. 1895 ICA ഫോം ചെയ്തത്. 1895. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ICAയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്നാണ്. എന്താണ് ICAയുടെ ഫുൾ ഫോം? ഓർത്ത് വെച്ചേക്കുക, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം, എന്നാണ് രൂപീകരിച്ചത്? ഇപ്പൊ ഇവിടെ നമുക്ക് വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ ഡേറ്റും കൂടെ ഓർത്ത് പോകും കേട്ടോ. 19/8/1895 രൂപീകരിച്ചത് എന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് 19/8/1895 ICA രൂപീകരിച്ചത് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ICA എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം, ഇതൊരു ഇൻഡിപെൻഡന്റ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താ അർത്ഥമാക്കുക? ഇതൊരു ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ICA എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റ് എന്താണ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ ഒരു വേൾഡ് പാർലമെന്റ് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ
ഒരു വേൾഡ് പാർലമെന്റ് എന്നോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക, ഇതൊരു ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം 1892 ദ ഫസ്റ്റ് മീറ്റിംഗ് ടു തിങ്ക് അബൌട്ട് ആൻ ഇന്റർനാഷണൽ ബോഡി ഫോർ കോപ്പറേറ്റീവ് സെക്ടർ. അപ്പം എന്താണ് ഒരു ഇന്റർനാഷണൽ ബോഡിയെ കുറിച്ച് ചിന്തിച്ചത് ഏത് വർഷമാണെന്ന് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് മീറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 1892 കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. The first meeting to think about an international body for cooperative sector was held at London in 1892 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ICA സുപ്രീം ബോഡി എന്താണെന്ന് ചോദിക്കാറുണ്ട്. സുപ്രീം ബോഡി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. സുപ്രീം ബോഡി, ICA ഒരു സുപ്രീം ബോഡി എന്ന് പറഞ്ഞാൽ അത് ICA കോൺഗ്രസ് ആണ്. ഓക്കെ, സുപ്രീം ബോഡി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ICA കോൺഗ്രസിനെയാണ്. ഇനി ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ICA ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കണം. ഹയസ്റ്റ് അതോറിറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അത് ജനറൽ അസംബ്ലിയാണ് കേട്ടോ, ജനറൽ അസംബ്ലിയാണ്. അപ്പൊ എല്ലാവരും ജനറൽ അസംബ്ലി തന്നെയല്ല, സുപ്രീം ബോഡി അല്ല. ഏറ്റവും ടോപ്പിൽ വരുന്നത് ICA കോൺഗ്രസ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴൊന്നും ICA കോൺഗ്രസ് വിളിച്ചു ചേർക്കത്തില്ല. സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ഈ ICA കോൺഗ്രസുകൾ വിളിച്ചു ചേർക്കാറുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനിയും പഠിക്കേണ്ട കാര്യം, ICA രൂപീകരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു 1895. ഈ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു? അപ്പൊ 1895 രൂപീകരിക്കുന്നു. അപ്പൊ 1895 മുതൽ 1982 വരെ ICA ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചാൽ ലണ്ടനിലായിരുന്നു. എവിടെയായിരുന്നു? ലണ്ടൻ. എവിടെയാ ലണ്ടൻ? ഇംഗ്ലണ്ടിൽ അല്ലെ? ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു. ഓർത്ത് വെച്ചേക്കുക. 1895 ഫോം ചെയ്തു. അതുകൊണ്ട് 1982 വരെ അപ് ടു 1982 വരെ ലണ്ടനിലായിരുന്നു. ഇനി 1982 വീണ്ടും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ 1982 മുതൽ 2013 വരെ അത് ജനീവയിലായിരുന്നു. ഇവിടെയാ ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് അല്ലെ? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലായിരുന്നു 1982 അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തു 2013 വരെ. പിന്നീട് 2013 വീണ്ടും ഒരു ഷിഫ്റ്റിംഗ് നടന്നു, ബ്രസൽസിലേക്ക് മാറ്റി കേട്ടോ. എങ്ങോട്ടാ വെച്ചാൽ ബ്രസൽസ് എവിടെയാ മക്കളെ? ബെൽജിയത്താണ് അല്ലെ? നിലവില് എവിടെയാണ്? ബ്രസൽസ് അല്ലെ ബെൽജിയത്തിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ICA എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന, ലോകത്തെ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഓർഗനൈസേഷൻ അത് ICA ആണ്. ഇന്ന് ലോകത്ത് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് അത് ICA ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ICA ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്ന് പരിശോധിക്കണം അല്ലെ? ICA ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് ഒന്ന് ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ ഫ്രഞ്ച് വരുന്നുണ്ട്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മന്, റഷ്യൻ ആൻഡ് സ്പാനിഷ്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുക, ഓർത്ത് വെച്ചേക്ക് ICA ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മന്, റഷ്യൻ ആൻഡ് സ്പാനിഷ് ആണ് ഇതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ICA ബന്ധപ്പെട്ട വർഷങ്ങൾ പഠിച്ചു, അതിന്റെ ഹെഡ് ക്വാർട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ പറയുന്നുണ്ട് ഇവരുടെ അതോറിറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം എന്താണ്? ജനറൽ അസംബ്ലിയാണ് അല്ലെ? ജനറൽ അസംബ്ലി വർഷത്തിൽ ഒരിക്കൽ ജനറൽ അസംബ്ലി വിളിച്ചു ചേർക്കാറുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഹയസ്റ്റ് അതോറിറ്റി ജനറൽ അസംബ്ലിയാണ്, അത് വർഷത്തിൽ ഒരിക്കലും വിളിച്ചു ചേർക്കാറുണ്ട്. സുപ്രീം ബോഡി എന്ന് വിശേഷിപ്പിക്കുന്ന ICA കോൺഗ്രസിനെയാണ് അല്ലെ? അതായത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ICA കോൺഗ്രസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സുപ്രീം അതോറിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഓർത്ത് വെച്ച്. അത് സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമേ വിളിച്ചു ചേർക്കാറുള്ളൂ, അല്ല എപ്പോഴും ഒന്നും വിളിച്ചു ചേർത്തില്ല. അതിനൊരു നിശ്ചിത ഇടവേള ഇല്ല. 1 വർഷമോ 3 വർഷമോ അങ്ങനെ ചില പുസ്തകങ്ങളിലൊക്കെ 3 വർഷമോ 4 വർഷമോ എന്നൊക്കെ കാണാറുണ്ട്. അത് തെറ്റാണ് കേട്ടോ. സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ICA കോൺഗ്രസ് വിളിച്ചു ചേർക്കുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി പ്രധാനപ്പെട്ട ഇവരുടെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി അല്ലെ? അതൊന്ന് മനസ്സിലാക്കുക. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി, ICA ബുള്ളറ്റിൻ, കോപ്പറേറ്റീവ് ഇൻസൈഡർ, ദ റിവ്യൂ ഓഫ് ICA, ഇതൊക്കെ ഇവരുടെ പബ്ലിക്കേഷൻസ് ആണെന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത് കേട്ടോ. 19 ഓഗസ്റ്റ് 1895 രൂപീകരിക്കുന്നത്. പിന്നെ ആദ്യത്തെ പ്രസിഡന്റ് 2 പേരുണ്ട്, ഏൽ ഗ്രേയും ഉണ്ട്, ഹെൻറി വോൾഫോർഡ്. അതും കൊണ്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ആദ്യം ഇവർക്ക് 2 പ്രസിഡന്റ് രൂപീകരണ സമയത്ത് ആരൊക്കെയാണ്? ഏൽ ഗ്രേയും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹെൻറി W വോൾഫ് അല്ലെ? ഹെൻറി W വോൾഫോർഡ് 2 പ്രസിഡന്റുമാരായിരുന്നു ഇവർക്ക് രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്.
ഇനിയും പറയുന്നുണ്ട് ഫസ്റ്റ് സെക്രട്ടറി, ഒരു സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നീട് ആ പോസ്റ്റ് മാറ്റി, ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റ് ഇല്ല. ആദ്യത്തെ സെക്രട്ടറി എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആയിരുന്നു, ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റ് അവർക്കില്ല എന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്നു, അവർക്ക് സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ രാംദാസ് പന്തലു എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. എന്നാണ് രാംദാസ് പന്തലു അല്ലെ പന്താലു, അങ്ങനെയാണ് വായിക്കാം. അതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എക്സിക്യൂട്ടീവ് എന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇവർക്ക് 2 തവണ വനിതാ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, 2009 2015 കേട്ടോ. വനിതാ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഡെയിൻ പോളിൻ ഗ്രീൻ ആണ് 2009 വന്നത്, പിന്നെ മോണിക് എഫ് ലോറക്സ് ആണ് 2015. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ആ ഒരു കാര്യം കൂടി ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ജനറൽ അസംബ്ലി, റീജിയണൽ അസംബ്ലീസ് ഉണ്ട്, ബോർഡ് ഉണ്ട്, റീജിയണൽ ഇലക്ടഡ് ബോർഡ് ഉണ്ട്. അങ്ങനെ അവരുടെ ഒരു ഗവേണിംഗ് ബോഡി തന്നെ ഒരു പല സെക്ഷനായിട്ട് ഇങ്ങനെ തരംതിരിച്ചേക്കാണ്. പിന്നെ ഇവർക്ക് 8 ഓർത്ത് വെച്ചേക്കുക, 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഉണ്ട് 8 സെക്ടറൽ ഓർഗനൈസേഷൻ, ICA, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. പിന്നെ പറയുന്നുണ്ട് CCW, കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് വേൾഡ് വൈഡ്. പിന്നെ ICFO, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ. പിന്നെ IHCO, ഇന്റർനാഷണൽ ഹെൽത്ത് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അങ്ങനെ ഏകദേശം ഒരു 8ഓളം വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അവർ 8ാമത്തെ സെക്ടറൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ, ആർട്ടിസാനൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്, സിസോപ്പ എന്ന് പറയും. അത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് പോകുക, കാരണം അതേ ചോദിച്ചു കണ്ടുള്ളൂ. നമ്മൾ ഇവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ സിസോപ്പ ചോദിച്ചിട്ടുണ്ട്, CICOPA. ഞാൻ എന്റെ എളുപ്പത്തിലാണ് സിസോപ്പ എന്ന് പറഞ്ഞത്, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. എന്താണ് അത് അർത്ഥം നോക്കുക? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്തിന്റെ? ഓഫ് ഇൻഡസ്ട്രിയൽ, ആർട്ടിസണൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ്സ് കേട്ടോ. 1947 ഇത് ഫോം ചെയ്തത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവർക്ക് 4 റീജിയണൽ ഓഫീസുകളുണ്ട്. പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ പറയേണ്ട പൊന്ന് സാറേ ഇത് പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ, കുറെ ഉണ്ട് പഠിക്കാൻ. ഇവർക്ക് 4 റീജിയണൽ ഓഫീസുകളുണ്ട്. ICA റോപ്പ്, ഓക്കെ, റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്, 1960 രൂപീകരിച്ചാണ്. പിന്നെ ICA ആഫ്രിക്കയിൽ വരുന്നുണ്ട്. പിന്നെ ICA അമേരിക്ക, ICA യൂറോപ്പ്, ഇങ്ങനെ 4 റീജിയൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 4 റീജിയണൽ ഓഫീസുകളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് വരും ക്ലാസ്സുകളിൽ അത് വളരെ വിശദമായിട്ട് ICAയുടെ ക്ലാസ്സിൽ ഞാൻ അത് എടുത്ത് പറയുന്നുണ്ട്, ഓരോ സെക്ടറൽ ഓർഗനൈസേഷൻസുകളും. പിന്നെന്താണ് തെമാറ്റിക് കമ്മിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. തെമാറ്റിക് കമ്മിറ്റീസുകളൊക്കെ ഉണ്ട്. അതിലേക്ക് വന്ന് നമുക്ക് അതൊക്കെ ഇപ്പൊ പോകുന്നില്ല, സമയം നമുക്ക് കളയേണ്ട കാര്യമില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ICAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾ ICAയുടെ ക്ലാസ് കാണുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് DV ഫയൽ കോമൺലി റെഫേഴ്സ് ടു. എന്താണ് DV ഫയൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക? ഓപ്ഷൻ എ ഡിസ്പ്ലേസ്മെന്റ് വോളിയം ഫയല്. അടുത്ത ഓപ്ഷൻ ബി പറയാണ് ഡെപ്റ്റ് വെരിഫിക്കേഷൻ ഫയല്. ഓക്കെ, ഓപ്ഷൻ സിയിൽ പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് വൗച്ചർ ഫയല്. ഓക്കെ, ഓപ്ഷൻ ഡിയിൽ ഡെപ്റ്റ് വോളിയം ഫയൽ. അപ്പൊ എന്താണ് DV ഫയൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, DV ഫയൽ എന്താണ്? DV ഫയൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ DV ഫയൽ അല്ലെ, DV ഫയൽ ഇവിടെ തന്നേക്കുന്ന ആൻസർ ഡിസ്പ്ലേസ്മെന്റ് വൗച്ചർ ഫയൽ എന്നാണ്. നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നപ്പോഴും ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്നാണ് കേട്ടോ. അതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഡിസ്ചാർജ് ആ ടൈം എങ്ങനെയാണ്, അപ്പൊ ഡിസ്ചാർജിന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിച്ചതായിരിക്കാം. ഓക്കെ, അപ്പൊ കറക്റ്റ് അതിന്റെ ആൻസർ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്നാണ്. DV ഫയൽ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. DV ഫയല് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. അപ്പൊ ഇത് പി കാർഡ് ബാങ്കുകാർ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെ. DV ഫയൽ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് കെപ്റ്റ് വിത്ത് പി കാർഡിൽ സെറ്റ് ചെയ്യുന്ന ഫയലാണ്. ഓൾറെഡി പഠിപ്പിച്ചായിരുന്നു. അപ്പൊ ഈ DV ഫയൽ നമുക്കറിയാം, ലോൺ ആപ്ലിക്കേഷൻ, ഒരു ലോണുമായി ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ കാണും അല്ലെ, ശരിയല്ലേ? ഒരു ലോണുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ലോൺ അപേക്ഷ മുതൽ അതിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ അല്ലെ, എന്താ പറയുക, കരമടച്ചത് അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ്, അങ്ങനെ സ്കെച്ച് പ്ലാൻ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, പി കാർഡ് ബാങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഫയലിനെയാണ് DV ഫയൽ എന്ന് പറയുക. ഇവിടെ പറഞ്ഞ ഇത് കണ്ടെയ്ൻസ് ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദ മെമ്പർ അവൈലിംഗ് ദ ലോൺ ആൻഡ് എൻഡ് വിത്ത് എ വൗച്ചർ ഓൺ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് ദി ലോൺ എമൗണ്ട് ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് സെക്യൂരിറ്റി ഓഫ് ലോൺ. അപ്പൊ അത് ഒരു ലോൺ അപേക്ഷ, ഒരു ലോണുമായി ബന്ധപ്പെട്ട അതിന്റെ അപേക്ഷ മുതൽ അവസാനം നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത്, ലോൺ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു വൗച്ചർ എഴുതി മേടിക്കും. അപ്പം ലോൺ അപേക്ഷ മുതൽ ലോൺ കൊടുക്കുന്ന വൗച്ചർ വരെയുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ സെക്യൂരിറ്റീസുകളും അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ കെറ്റ് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഒരു ഫയലിനെയാണ് DV ഫയൽ എന്ന് പറയുന്നത്. പറഞ്ഞിങ്ങനെയാണ് ഇറ്റ് കണ്ടെയ്ൻസ് ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദ മെമ്പർ. അപ്പൊ ലോണിന് വേണ്ടി ആ അപേക്ഷാ ഫാറം മുതൽ
ലോൺ കൊടുക്കുമല്ലോ, ലോൺ കൊടുക്കുമ്പോൾ ഒരു വൗച്ചർ എഴുതി മേടിച്ചാൽ ലോൺ കൊടുക്കുക. അതുവരെ ഏറ്റവും ആ ലോണുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ആ DV ഫയലിനകത്ത് ഉണ്ടായിരിക്കുമെന്നാണ് പറയുക. ഓക്കെ, ഫോർത്ത് DV ഫയൽ ആരാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ഓഫീസറാണ്. DV ഫയൽ ഈസ് കെപ്റ്റ് ബൈ ദ വാല്യുവേഷൻ ഓഫീസർ ഇൻ PCARD. PCARഡിലെ വാല്യുവേഷൻ ഓഫീസറാണ് DV ഫയൽ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് പറഞ്ഞു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, ടൈറ്റിൽ ഡീഡ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും DV ഫയലിൽ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഫയൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അപേക്ഷ മുതൽ ഏറ്റവും കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. DV ഫയൽ എല്ലായിടത്തും ഇതുണ്ട്, പക്ഷെ നമ്മൾ PCARഡിൽ ആ ഫയലിനെ വിശേഷിപ്പിക്കുന്ന DV ഫയൽ എന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും പറഞ്ഞ സമയത്ത് നമ്മൾ ലോൺ തിരിച്ചടച്ച് കഴിയുമ്പോൾ അല്ലെ, ഓൺ റീപേയ്മെന്റ് ഓഫ് ലോൺ തിരിച്ചടച്ച് കഴിയുമ്പോൾ DV ഫയൽ ക്ലോസ് ചെയ്യുകയും അത് നമ്മുടെ സംഘടന സെക്രട്ടറിയിലേക്ക് റീട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും കേട്ടോ. റീട്രാൻസ്ഫർ ടു സെക്രട്ടറി ഫോർ റിലീസിംഗ് ദ സെക്യൂരിറ്റി ഓഫ് ദ ലോണീസ്. അപ്പം ലോൺ അടച്ചു കഴിയുമ്പോൾ DV ഫയൽ ക്ലോസ് ചെയ്യും, എന്നിട്ട് നേരെ തിരിച്ച് സെക്രട്ടറി കൊടുക്കും. സെക്രട്ടറി ആ സെക്യൂരിറ്റീസ് എല്ലാം കൊടുത്തു വിടും എന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ അല്ലേ? ഇപ്പൊ DV ഫയലിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിക്കുകയാണ്. കസ്റ്റോഡിയൻ ഓഫ് DV ഫയൽ ആരാണ്? ആ വാല്യുവേഷൻ ഓഫീസറാണ്. ഓക്കെ, DV ഫയലിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചാൽ അത് വാല്യുവേഷൻ ഓഫീസർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് CSEB എക്സാമിന് നമുക്കറിയാം ഇപ്പം ഒരുപാട് ക്ലർക്ക് തന്നെ എന്താണ് നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ പരീക്ഷകളാണ്. സൂപ്പർ ഗൈഡിന് ഒരെണ്ണം, ക്ലാസ് 1 സ്പെഷ്യലിനും കൂടെ മറ്റൊരെണ്ണം, ക്ലാസ് 2 മുതൽ 7 വരെ മറ്റൊരു പരീക്ഷ, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമുക്ക് ഇങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴും പരീക്ഷയാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ഏതെങ്കിലും ഒരു പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. I+ അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രത്യേകത സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ്, നമുക്കറിയാം പ്രോപ്പർ സിലബസ് ഉണ്ട്. അപ്പൊ ആ സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് നമ്മുടെ ആപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസുകളും പിന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായവും ഒരുപാട് മോഡൽ എക്സാംസുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ എന്താ പറയുക സമഗ്രമായിട്ടൊരു പരീക്ഷയിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ട രീതിയിലേക്ക് ആവശ്യമായിട്ട് എല്ലാ രീതിയിലും A to Z സപ്പോർട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി 8606445522 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി താഴെ ഗൂഗിൾ ഫോംസിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ ഞങ്ങളെ ആക്സസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു സമഗ്രമായ ക്ലാസ് വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം ഈ അവസരം ഉപയോഗിക്കുക, നന്നായിട്ട് പഠിക്കുക, വിജയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.